കുരിശിൻ്റെ ഓരം ചേരാൻ, കുരിശിൻ്റെ ഭാരം പേറാൻ, കുരിശിൻ വഴിയേ വരുന്നു കനിവോടെ ചേർത്തണയ്ക്കാൻ. സ്വാർത്ഥത വിട്ടുപേക്ഷിക്കാം, ഞാനെന്ന ഭാവം മാറ്റിയിടാം. ക്രൂശുമായി പാദപിഞ്ചെല്ലാൻ കൈനീട്ടി ഞാനിതാ നിൽപ്പൂ. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജൂബിലി വർഷമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ കുരിശിൻ്റെ വഴിയിലെ ധ്യാനങ്ങൾ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിചിന്തനം ചെയ്യുക എത്രയോ അർത്ഥപൂർണമാണ്. കണ്ണൂർ രൂപത ബർണശ്ശേരി കത്തീഡ്രൽ ഇടവകാംഗമായ ശ്രീ സണ്ണി പൗലോസ് മനോഹരമായ ധ്യാന വിചിന്തനങ്ങൾ കുരിശിൻ്റെ വഴിയിലെ ഓരോ സ്ഥലത്തിനു വേണ്ടിയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിനയം, അനുസരണം, ആത്മപരിശോധന, സ്നേഹം, സഹോദര സ്നേഹം, ദയ, സഹനം, കാരുണ്യഭാവം, പ്രത്യാശ, അനുസരണം, ലാളിത്യമാർന്ന ജീവിതം, സമർപ്പണം എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ വളരെ ഹൃദയഹാരിയായ വിധത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഈശോയുടെ പീഠാനുഭവത്തോടൊപ്പം നമുക്കും അസീസിയിലെ ഫ്രാൻസിസിൻ്റെ രണ്ടാം ക്രിസ്തുവെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഈ മഹാവിശുദ്ധൻ്റെ ജീവിതവും ബന്ധപ്പെടുത്തി ഒരു ധ്യാനം നടത്താം. അത് നമ്മുടെ മനസ്സുകളെ കൂടുതൽ തരളിതമാക്കും, നമ്മുടെ ഹൃദയം കൂടുതൽ പാവനമാക്കും. സ്നേഹമോടെ നിങ്ങൾക്ക് ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സണ്ണി പൗലോസിന് ആത്മാർത്ഥമായി ഇത് ശ്രവിക്കുന്ന, ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപരാധിയല്ലാഞ്ഞിട്ടും കറയില്ല കുഞ്ഞാടിനെ അന്യായമായി വീതിച്ച് പീലാത്തോസ് കൈ കഴുകി. കൽത്തൂണിൽ കൈകൾ ബന്ധിച്ച് നിർദ്ദയം തല്ലിടുമ്പോഴും ശാന്തനായി മേവി നിന്നല്ലോ പാപികൾ ഞങ്ങൾക്കായി നാഥ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്യായ വിധിയുടെ മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്ന ഈശോയുടെ രൂപം വിനയത്തിൻ്റെ പാരമ്യമാർന്ന പ്രകടനമാണ്. അപമാനത്തെയും തെറ്റായ ആരോപണങ്ങളെയും പ്രതികാരഭാവമില്ലാതെ വിനയത്തോടെ സ്വീകരിക്കുന്ന ഹൃദയം, ഇതുതന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി
ജീവിതത്തിൽ പകർത്തിയ ക്രിസ്തുഭാവം ലോകം കുറ്റം ചുമത്തുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നതാണ് യഥാർത്ഥ വിശുദ്ധിയെന്ന് ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അഹങ്കാരവും പകയും സ്വയം ന്യായീകരണവും കുരിശിൻ ചുവട്ടിൽ വെച്ച് വിനയത്തിലേക്ക് മാറാൻ ഈ സ്ഥലം നമ്മെ പ്രചോദിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ദൈവേഷ്ടം പൂർത്തിയാക്കാൻ തൻ തോളിൽ ക്രൂശും പേറി മുൾക്കീരീടം അണിഞ്ഞ രക്ഷകൻ നീങ്ങി മന്ദം. ആശ്വാസം തെല്ലു നൽകാന കൂടെ ഇന്നാരുമേയില്ല. രക്ഷതൻ പുണ്യയാത്രയിൽ ചേർന്നിടാം ഞാനും കർത്താവേ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് അനുസരണം. രണ്ടാം സ്ഥലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കാണുന്നത് പരാതിയില്ലാതെ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ നിശബ്ദനായി അനുസരണയോടെ കുരിശും വഹിച്ച് മുന്നോട്ട് പോകുന്ന ഈശോയെയാണ്. കുരിശ് ഭാരമാണെന്നറിഞ്ഞിട്ടും അനുസരണയോടെ അവിടുന്ന് അത് ഏറ്റെടുത്തു. അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജീവിതത്തിൽ അനുസരണം വ്രതമായി ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിലും രക്ഷയുടെ വഴിയിൽ നിന്ന് ഓടിപ്പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് അനുസരണയോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഈ രണ്ടാം സ്ഥലത്തെ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ.
എൻ പാപഭാരമാകും വൻകൂരിശേന്തിനാഥൻ മണ്ണേത്തിൽ വീഴുന്നയ്യോ നാഥ പൊറുക്കേണമേ. ഓരോ പ്രഭാതത്തിലും കൈകോർത്ത് നീങ്ങാൻ വെമ്പും ലോക സുഖഭോഗങ്ങൾ വഴിതെറ്റി വീഴ്ത്തും എന്നെ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മൂന്നാം സ്ഥലത്ത് കുരിശിൻ്റെ ഭാരം സഹിക്കാനാവാതെ വീഴുന്ന ഈശോയെ നാം കണ്ടുമുട്ടുന്നു. ദൈവപുത്രനായിരുന്നിട്ട് പോലും നമ്മുടെ വീഴ്ചകളുടെ പ്രതിഫലമെന്ന പോലെ മനുഷ്യ ദൗർബല്യത്തിൻ്റെ കുറവാകുന്ന നിലത്തേക്ക് അവിടുന്ന് വീഴുന്നു. ഈ മൂന്നാം സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ തെളിഞ്ഞ ആത്മപരിശോധന എന്ന മൂല്യവുമായി ബന്ധപ്പെടുത്തി ധ്യാനിച്ച് കടന്നു പോകാം. മനുഷ്യൻ ദുർബലനാണ്, എന്നാൽ ദൈവകൃപ ശക്തമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലെ വീഴ്ചകളിൽ ഈ സത്യം സ്വയം തിരിച്ചറിഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആത്മശോധന ചെയ്ത് പൊതുജീവിതത്തിലേക്ക് മാറിയതുപോലെ നമ്മുടെ ഓരോ വീഴ്ചയും പുതിയൊരു യാത്രയുടെ തുടക്കമാക്കാൻ ഈ സ്ഥലം നമ്മെ ക്ഷണിക്കുന്നു. വീണുപോയാലും നിരാശപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് വീണ്ടും എഴുന്നേൽക്കാനുള്ള കരുത്താണ് മൂന്നാം സ്ഥലം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എൻ്റെ വീഴ്ചകൾ സ്വയം തിരിച്ചറിയാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ മൂന്നാം സ്ഥലത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം.
ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആഴമുള്ള സ്നേഹം നിറകണ്ണുകളിലൂടെ പങ്കുവയ്ക്കുന്ന നിമിഷം. ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴും മകനെ പിഞ്ചെല്ലുന്ന അമ്മ. യഥാർത്ഥ സ്നേഹം സന്തോഷത്തിൽ മാത്രമല്ല, വേദനയിലും കഷ്ടതയിലും കൂടി നിലകൊള്ളുന്നതാണ്. ത്യാഗപൂർണമായ സ്നേഹത്തിൻ്റെ മഹത്തായ ഉദാഹരണമാണ് ഈ കണ്ടുമുട്ടൽ. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ സുവിശേഷം രചിച്ചത്. ഫ്രാൻസിസിനെ ബഹുമാനിച്ചവർ പോലും അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകുവാനും വീട്ടിൽ കയറുവാനും മടിച്ചിരുന്നു. കാരണം അദ്ദേഹം പലപ്പോഴും കുഷ്ഠരോഗികളെ സന്ദർശിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ മുറിവുകളിൽ ചുംബിക്കുകയും അവരോടുകൂടി ഒരു മുറിയിൽ വസിക്കുകയും ചെയ്തു. അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നില്ല. ഇതിലൂടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാണിച്ചു തരുന്ന മാതൃക സ്നേഹം വേദനയെപ്പോലും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണെന്നാണ്. ഈ സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിലും കുറവുകളിലും ഞാൻ അവരോട് വിവേചനത്തോടെ പെരുമാറുന്നുണ്ടോ? എൻ്റെ കുടുംബ ബന്ധങ്ങളെ ഞാൻ സ്നേഹത്തോടെ നിലനിർത്തുന്നുണ്ടോ? എൻ്റെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ എത്രമാത്രം പ്രകടിപ്പിക്കുന്നുണ്ട്? ഈ കുറവുകളെല്ലാം എനിക്കുണ്ടെങ്കിൽ ഇത് മാറ്റാനുള്ള കൃപക്കായി യാചിച്ചുകൊണ്ട് ധ്യാനപൂർവം 4-ാം സ്ഥലത്തേക്കുള്ള യാത്ര തുടരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. അത്യന്തം ക്ഷീണിതനായി ആടിയോലഞ്ഞു നാഥൻ യൂതന്മാർ ചേർത്തിടുന്നു ശീമോനെ ക്രൂശു താങ്ങാൻ. ക്ലേശങ്ങൾ തിങ്ങി വിങ്ങിടും സഹജർത്തൻ ജീവിത പാതെ കൈത്താങ് നൽകിടും നല്ല ശീമോനായി തീർത്തിടുകന്നേ. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മറ്റൊരാളുടെ കുരിശിൻ്റെ ഭാരം പങ്കിടുന്ന വളരെ ഹൃദയസ്പർശിയായ ദൃശ്യം. സ്വന്തമല്ലാത്ത കുരിശ് ചുമക്കാൻ ശിമയോൻ സന്നദ്ധനായി. അങ്ങനെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയിൽ പങ്കാളിയായി.
മറ്റൊരാളുടെ വേദനയെ, ഭാരത്തെ സ്വന്തം ഉത്തരവാദിത്തമായി ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത. സഹോദര സ്നേഹമെന്നത് കേവലം കാണൽ മാത്രമല്ല, ഏറ്റെടുക്കൽ കൂടിയാണ്. ഈ ആശയം സ്വജീവിതത്തിൽ വളരെ ഗൗരവമായി അനുവർത്തിച്ചയാളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി. മനുഷ്യരെ മാത്രമല്ല, എല്ലാ സൃഷ്ടികളെയും സഹോദരങ്ങളായി കണ്ടു. ദരിദ്രരെയും രോഗികളെയും ചേർത്ത് പിടിച്ചു. അവരുടെ ജീവിതഭാരം സ്നേഹത്താൽ ലഘൂകരിക്കാൻ ശ്രമിച്ചു. സഹായം ചെയ്യുന്നത് കരുണ മാത്രമല്ല, അത് ക്രിസ്തുവിനെ സ്പർശിക്കുന്ന ഒരനുഭവമാണെന്ന് ഈ 5-ാം സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സ്ഥലം ചില ചോദ്യങ്ങൾ നമ്മിൽ ഉണർത്തുന്നു. എൻ്റെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളും ഭാരങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും സഹോദര സ്നേഹം വളരാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ശിമയോനെ പോലെ ഞാനും മറ്റൊരാളുടെ ജീവിതഭാരം പങ്കുവെക്കാൻ തയ്യാറാണോ? നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള സമീപനത്തെക്കുറിച്ച് ആത്മവിചിന്തനം നടത്തി ഈ 5-ാം സ്ഥലത്തിലൂടെ യാത്ര തുടരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. തിരുമുഖം പൂവാലയാൽ ഒപ്പുന്നു സ്നേഹപൂർവം ധീരയാം വേറോനിക്കാം. ഭൈലേശമേതുമിന്നി ഇതുപോലെ സാക്ഷ്യമേകാൻ ആർത്തക്കാലംബമാകാൻ അരുളിയിടൂ കൃപകൾ നാഥാ. ആറാം സ്ഥലം. വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയോടൊപ്പം കുരിശു ചുമക്കാൻ വേറോനിക്കയ്ക്ക് സാധിച്ചില്ല. ദയ നിറഞ്ഞ ഹൃദയമുണ്ടായിരുന്നതുകൊണ്ട് അവൾ തൻ്റെ തുണി കൊണ്ട് ഈശോയുടെ തിരുമുഖം സ്നേഹത്തോടെ തുടച്ചു. ഈ ചെറിയ പ്രവൃത്തിയിൽ വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നു. ദയ എന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, വേദനിക്കുന്നവൻ്റെ അടുത്തേക്ക് ധൈര്യമായി പോകുന്നതാണ്. ഇതേപോലുള്ള ദയയുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. തൻ്റെ യൗവനാവസ്ഥയിൽ കുഷ്ഠരോഗികളെ അദ്ദേഹം വളരെയധികം ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഒരിക്കൽ വഴിയിൽ ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രേരണയിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ രോഗിയെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നു, എനിക്ക് കഠിനമായും
വെറുപ്പുള്ളതുമായിരുന്നത് ദൈവകൃപയാൽ മധുരമായി മാറി. അന്നത്തെ ആ ദയയുടെ പ്രവൃത്തിയാണ് ഫ്രാൻസിസിൻ്റെ ജീവിതം മാറ്റിയത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ ദയയോടെ അടുത്തു ചെന്ന് കൈത്താങ്ങാകാൻ ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറോണിക്കയെപ്പോലെയും വിശുദ്ധ ഫ്രാൻസിസിനെ പോലെയും ദയയുടെ ചെറിയ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിൻ്റെ മുഖം ഞാൻ ഈ ലോകത്തിൽ തെളിയിക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് 6-ാം സ്ഥലത്തുകൂടെ ഈശോയോടൊപ്പം നടന്നു നീങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ഒഴിയിൽ വീഴും നീതാ ക്രൂശിന്റെ ഭാരം മൂലം അസ്ഥി നൂറുങ്ങിടുന്നു, രക്തം ഒഴുകിടുന്നു. എൻ പാപഭാരമല്ലോ നിൻ വീഴ്ചതൻ ഭാരം കൂട്ടുന്നു. എങ്കിലും വീഴ്ചയിൽ നാഥ എന്നെ നീ ആശ്വസിപ്പിക്കൂ. ഏഴാം സ്ഥലം. ഈശോ മിശിഹ 2-ാം പ്രാവശ്യവും വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജീവിതയാത്രയിൽ വീഴുന്നത് മനുഷ്യ സഹജമാണ്. വീണ്ടും എഴുന്നേൽക്കുന്നത് ദൈവകൃപയുടെ അടയാളവും. ഈശോയുടെ വീഴ്ചയിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴമുള്ള സന്ദേശം നമുക്ക് കാണാം. സഹനത്തിലൂടെ സ്നേഹം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ സഹനത്തിൻ്റെ ആത്മാവാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചത്. രോഗവും ദാരിദ്ര്യവും തെറ്റിദ്ധാരണകളും അദ്ദേഹത്തെ പലവട്ടം തളർത്തിയിരുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് കഠിനമായ രോഗങ്ങളും ശരീരവേദനയും അദ്ദേഹത്തെ വളരെ ബുദ്ധിമുട്ടിച്ചു. എന്നാൽ അവയൊന്നും അദ്ദേഹത്തെ തകർത്തില്ല. മറിച്ച് അവയെ സഹോദരിയായ വേദന എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമായി സ്വീകരിച്ചു. നാമും പരാജയങ്ങളിൽ, നിരാശകളിൽ, പാപങ്ങളിൽ, ജീവിതത്തിൻ്റെ ഭാരത്തിൽ വീണുപോകാറുണ്ട്. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്നത് വീഴ്ച അവസാനമല്ല, വീണ്ടും എഴുന്നേൽക്കാനുള്ള ക്ഷണമാണ്. കുരിശിൻ്റെ ഭാരത്തിൽ വീണെങ്കിലും സ്നേഹത്തിൻ്റെ വഴിയിൽ മുന്നേറുന്ന കർത്താവിനൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥലത്തുകൂടെ ധ്യാനപൂർവം നടന്നു നീങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം. ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരിയിലേക്കുള്ള യാത്രയിൽ തൻ്റെ വേദനയിൽ മാത്രം ഈശോ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. വേദനയിൽ മറ്റുള്ളവരുടെ ദുഃഖം കാണുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം, യഥാർത്ഥ കാരുണ്യത്തിൻ്റെ മുഖം. ഈ കാരുണ്യ ഹൃദയത്തിൻ്റെ അതേ പ്രതിഫലനമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലും കാണുന്നത്. ഒരു ദിവസം തൻ്റെ ശിഷ്യരോടൊപ്പം വിശുദ്ധ ഫ്രാൻസിസ് യാത്ര ചെയ്യുമ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ ദുഃഖത്തിലും നിരാശയിലുമായിരുന്നു. ഫ്രാൻസിസ് അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചു, അവനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ തൻ്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം അവന് നൽകി. ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ പ്രത്യാശയുടെ പ്രകാശം തെളിഞ്ഞു. ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥ കാരുണ്യം. വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ഒരാശ്വാസവാക്കിലും ഒരു ശ്രദ്ധയിലും ഒരു സ്നേഹസ്പർശനത്തിലും അത് പ്രകടമാകുന്നു. എട്ടാം സ്ഥലത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവരുടെ കണ്ണീര് കാണാനും അവരെ ആശ്വസിപ്പിക്കാനും ഞാൻ തയ്യാറാണോ? അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എട്ടാം സ്ഥലത്തിലൂടെ ധ്യാനപൂർവം നമുക്ക് നടന്നു നീങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. സഹനത്തിൻ
സ്നേഹത്തിനാഴങ്ങളെ പുണരുന്നു നാഥനീശു. കുരിശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നിതാ. ഘോരമാം വേദന തീർക്കും എൻ പാപം ഞാനറിയുന്നു. മായാത്ത സ്നേഹമുദ്രകൾ ഹൃത്തിൽ ഞാൻ ചേർത്ത് വയ്ക്കട്ടെ. ഒമ്പതാം സ്ഥലം. ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൻ്റെ ഭാരനിമിത്തം മൂന്നാം പ്രാവശ്യം വീണപ്പോഴും ഈശോയുടെ മനസ്സിൽ ഒരു കാര്യം മാത്രം: പിതാവിനോടുള്ള വിശ്വാസവും മനുഷ്യരോടുള്ള പ്രത്യാശയും. അതാണ് ഈശോയെ കാൽവരിയിലേക്ക് മുന്നേറാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പ്രത്യാശയുടെ ആത്മാവാണ് തൻ്റെ ജീവിതത്തിലൂടെ ഫ്രാൻസിസ് അസീസി ലോകത്തോട് പറഞ്ഞത്. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് കഠിനമായ രോഗവും ദേഹവേദനയും അദ്ദേഹത്തെ വളരെ ദുർബലനാക്കി. കണ്ണുകൾക്ക് പോലും ശരിയായി കാണാൻ കഴിയാത്ത അവസ്ഥ. എന്നിരുന്നാലും നിരാശയിലേക്ക് വീഴാതെ ദൈവത്തിൻ്റെ ശക്തിയിലും സ്നേഹത്തിലും പ്രത്യാശ കണ്ടെത്തി വേദനയിലും ഇരുട്ടിലും ദൈവത്തെ സ്തുതിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഈശോ മൂന്നാം പ്രാവശ്യവും വീഴുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്: വീഴ്ചകൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, പ്രത്യാശയോടെ വീണ്ടും എഴുന്നേൽക്കാനുള്ള അവസരങ്ങളാണ്. ഈ സ്ഥലത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും പരാജയങ്ങളും നമ്മെ നിരാശയിലേക്കാണോ നയിക്കുന്നത്? അല്ല, ഈശോയും വിശുദ്ധ ഫ്രാൻസിസും കാണിച്ചു തന്നതുപോലെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി വീണ്ടും എഴുന്നേൽക്കുന്ന കർത്താവിനോടൊപ്പം നമുക്കും നിശബ്ദമായി ധ്യാനിച്ചുകൊണ്ട് ഈ യാത്ര തുടരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. ബലിപൂർത്തിയാക്കിടാനായി ബലിവസ്തു കാൽവരിയേറി. രക്തം പുരണ്ട വസ്ത്രങ്ങൾ നാലായി പകുത്തു യൂദന്മാർ.
10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ അവസാനമായി സ്വന്തമായുള്ള വസ്ത്രവും നഷ്ടപ്പെട്ടവനായി നിൽക്കുന്നു. നാം കൈവശം വച്ചിരിക്കുന്നതെല്ലാം താൽക്കാലികമാണെന്ന് ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആസക്തികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. സ്വമേധയാ ലാളിത്യം നിറഞ്ഞ ദാരിദ്ര്യത്തെ പുൽകുന്ന ജീവിതമാണ് വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിച്ചത്. സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും യേശുവിനെ പിഞ്ചെല്ലാൻ എല്ലാം നഷ്ടപ്പെടുത്തി. ലളിത ജീവിതത്തിലൂടെ ഈശോയെ കണ്ടെത്താൻ ശ്രമിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദരിദ്രനായ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നമ്മുടെ ആസക്തികളും ദുരഭിമാനങ്ങളും വിട്ടുപേക്ഷിക്കാൻ ഈ സ്ഥലം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ജീവിതത്തിൽ എൻ്റെ ആസക്തികൾ എന്തിനോടൊക്കെയാണ്? അത് വിട്ടുപേക്ഷിക്കാൻ എനിക്ക് കഴിയുമോ? ദാരിദ്ര്യത്തെ ശാന്തതയോടെ പുൽകാനുള്ള മനക്കരുത്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനപൂർവം ഈ 10-ാം സ്ഥലത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. കൈകാലിൽ ആണികൾ ചേർത്ത് ഈശോയെ ക്രൂശിലേറ്റി ചെന്നിടത്തോടെ മാംസങ്ങൾ ചിതറി തേറിച്ചു ചുറ്റിലും. പാപിക്ക് ജീവൻ നൽകിയിടും ബലിവേറെ ഭൂവിലില്ലല്ലോ. ഇത്രമേൽ എന്നെ സ്നേഹിക്കാൻ നിസ്വനാം ഞാനെന്തു ചെയ്തു? പതിനൊന്നാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൈകളിലും കാലുകളിലും ആണികൾ തറക്കപ്പെടുമ്പോഴും ഈശോ പ്രതികാരവാക്കുകളൊന്നും പറയുന്നില്ല. പകരം പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ പാരമ്യത്തിലും സ്നേഹം തിരഞ്ഞെടുക്കുന്ന ഹൃദയമാണ് യേശുവിൻ്റെ മഹത്വം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അപമാനത്തിലും നിരാകരണത്തിലും ക്ഷമയുടെ പാത തിരഞ്ഞെടുത്തതുപോലെ നമുക്കും ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷത്തെയും പകയെയും ക്രൂശിൽ തറയ്ക്കാൻ ഈ സ്ഥലം നമ്മെ ക്ഷണിക്കുന്നു. വേദനയെ സ്നേഹമാക്കി മാറ്റുന്ന ദൈവകൃപയെ തേടുന്ന പ്രാർത്ഥനയിലേക്കാണ് ഈ സ്ഥലത്തെ ധ്യാനം നമ്മെ നയിക്കുന്നത്. മറ്റുള്ളവരോട് ക്ഷമാപൂർവം പൊറുക്കാൻ പഠിപ്പിക്കണമേ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 11-ാം സ്ഥലത്തുകൂടെ നമുക്ക് യാത്ര തുടരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. കുരിശിൽ മൂന്നാണികളിൽ വെടിയുന്നു പ്രാണൻ ഈശോ. പ്രാർത്ഥിച്ചു വൈരികൾക്കാൽ താതാ ക്ഷമിച്ചിടണേ. ജീവന്റെ വഴി തുറക്കാനായി താതന് കീഴടങ്ങി മുത നരരക്ഷ സാധ്യമാക്കിയിടാൻ സ്വയം ശൂന്യനായി താ പുത്രൻ. പന്ത്രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൽ ഈശോ തൻ്റെ ജീവൻ പിതാവിന് സമർപ്പിക്കുന്നു. അവസാന ശ്വാസം വരെ നമ്മെ സ്നേഹിച്ച ഈശോ മനുഷ്യരക്ഷയ്ക്കായി തൻ്റെ ജീവൻ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായി എന്ന വാക്കുകൾ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിയ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ്. വിശുദ്ധ ഫ്രാൻസിസ് ക്രൂശിതനായ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി സ്നേഹത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ നമുക്കും സ്വാർത്ഥത ഒഴിവാക്കി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഈ സ്ഥലത്തെ ധ്യാനം നമ്മെ ക്ഷണിക്കുന്നു. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ സ്ഥലത്തുകൂടെ നമുക്ക് യാത്ര തുടരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. പൊന്മകൻ തന്റെ മേനി മടിയിൽ ചേർത്തമ്മ വിങ്ങി ദൈവഹിതം ഗ്രഹിച്ച് മൂകയായി നിന്നു തേങ്ങി.
കുരിശോളം ഭാരമേറിയിടും വ്യാകുലമേറ്റ മാതാവേ, കഥനത്തിൻ കോട്ടകൾ താണ്ടാൻ കരതാരിൽ ചേർത്തു നിർത്തണമേ. പതിമൂന്നാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന, വേദനയാൽ വിതുമ്പുന്ന നിശബ്ദ പ്രാർത്ഥന ഇവിടെ കേൾക്കാം. വാക്കുകളാൽ വരച്ചിടാനാവാത്ത കരുണയുടെ ദൃശ്യമാണത്. എങ്കിലും ആ മാതൃസ്നേഹം വേദനയുടെ കൂരമ്പുകളുടെ നടുവിലും ദൈവവാഗ്ദാനത്തിൽ ഉറച്ചു നിന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും തൻ്റെ ജീവിത വഴികളിൽ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി ക്രൂശിൻ്റെ രഹസ്യം ചേർത്ത് പിടിച്ചതുപോലെ നമുക്കും ജീവിതത്തിലെ നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണീർ നിറഞ്ഞ നിമിഷങ്ങളിലും സ്നേഹത്തോടെ പ്രത്യാശയുടെ ദീപം കെടാതെ സൂക്ഷിക്കാനും ഈ സ്ഥലം നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. യേശുവിൻ ദിവ്യദേഹം മുറ പോലെ ഏറ്റുവാങ്ങി മൃത്യുവേ വെന്നിടാനായി മൂന്നാം ദിനമുയിർക്കാൻ സാത്താന്റെ ക്രൂരമാം കെണികൾ പൂർണ്ണമായി തൂത്തെറിയണമേ. നിത്യം ദിവ്യകാരുണ്യം വാഴും ദൈവത്തിൻ ഗേഹമാക്കണമേ. പതിനാലാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലറയുടെ നിശബ്ദതയും വിശ്വാസികളുടെ കണ്ണുനീരുമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ കല്ലറയുടെ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി പ്രവർത്തിക്കുന്നു. ആ ശരീരം കല്ലറയിൽ അടക്കപ്പെടുമ്പോൾ പാപവും മരണവും പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ആ ഇരുണ്ട കല്ലറയിൽ രക്ഷയുടെ വിത്ത് നിശബ്ദമായി മുളക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ഒരിക്കൽ ഈ കല്ലറ അനുഭവത്തിലൂടെ കടന്നുപോയി.
സമ്പന്നതയും സുഖസൗകര്യങ്ങളും വിട്ടൊഴിഞ്ഞപ്പോൾ ലോകത്തിന് അതൊരു നഷ്ടം പോലെ തോന്നി, ഒരവസാനം പോലെ. പക്ഷേ ഫ്രാൻസിസിന് അത് രക്ഷയുടെ ആരംഭമായിരുന്നു. സാൻ ദമിയാനോ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഭയെ പുനർനിർമ്മിക്കൂ എന്ന ദൈവസ്വരം അവൻ കേട്ടു. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ പഴയ ജീവിതത്തെ കല്ലറയിലടക്കി ദാരിദ്ര്യവും സ്നേഹവും ലാളിത്യവും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഉയർന്നു. ഈ സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം അവസാനമായി കരുതുന്ന പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഇരുട്ടിൻ്റെയും കല്ലറ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ രക്ഷയുടെ പുതിയ തുടക്കമാക്കി മാറ്റാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെപ്പോലെ പഴയ ജീവിതത്തെ സംസ്കരിച്ച് രക്ഷയുടെ പൊതുജീവിതത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ. രക്ഷ തന്നടയാളമ ക്രൂശിനെ മാറ്റിയ നാഥ, കാരുണ്യത്തോടെ എന്നെയും കുരിശോടെ ചേർത്തണയ്ക്കണമേ. വിശ്വാസമോടെ ജീവിക്കാൻ, പ്രത്യാശയോടെ മുന്നേറാൻ, സ്നേഹത്തിലെന്നും വാണിടാൻ, എന്നെന്നും നന്ദി ചൊല്ലിടാൻ. രക്ഷതൻ അടയാളമായി ക്രൂശിനെ മാറ്റിയ നാഥ, കാരുണ്യത്തോടെ എന്നെ കുരിശോടെ ചേർത്തണയ്ക്കണമേ. ഈ 14 സ്ഥലങ്ങളിലും ഏറെ അർത്ഥവത്തായി എഴുതിയ വരികളും ധ്യാനവിചിന്തനങ്ങൾ നമുക്കായി ഒരുക്കിയ ശ്രീ സണ്ണി പൗലോസിൻ്റേത് തന്നെയാണ്. കാരുണ്യത്തോടെ എന്നെ കുരിശോട് ചേർത്തണയ്ക്കണമേ. കുരിശിനെ പുൽകിയ മഹാവിശുദ്ധനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടൊപ്പമായിരുന്നു ക്രിസ്തുവിൻ്റെ ഈ കുരിശിൻ്റെ വഴിയിൽ നാം ധ്യാനപൂർവം അനുധാവനം ചെയ്തത്. ആ മഹാവിശുദ്ധൻ്റെ വിനയം, അനുസരണം, ആത്മപരിശോധന, സഹോദര സ്നേഹം, കാരുണ്യം, സഹനം, ജീവിത ലാളിത്യം, സമർപ്പണം, ഇതൊക്കെയാണ് ഈ ഓരോ കുരിശിൻ്റെ വഴിയിലെ മുഹൂർത്തങ്ങളിൽ നാം ഹൃദയത്തിൽ ധ്യാനിച്ചത്. കുരിശിൻ്റെ വഴി അങ്ങനെ നമുക്ക് പ്രത്യാശ പകരുന്നു. ഇത് ദുഃഖത്തിൻ്റെ ഒരു നിമിഷമല്ല, പ്രത്യുത ജീവിതത്തിൽ ശാന്തിയും സൗഭാഗ്യവും നിറഞ്ഞ പ്രത്യാശയും പകർന്നു തരുന്ന ധ്യാനമാണ്. ഇത് നമുക്ക് ജീവിതത്തിൽ തുടരാം. അങ്ങനെ
അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആ പുണ്യങ്ങൾ, സമർപ്പണം നമുക്കും ജീവിതത്തിൽ വലിയ പാഠമാകട്ടെ. ഒരിക്കൽ കൂടെ ഈ ധ്യാന വിചിന്തനങ്ങൾ നമുക്കായി എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച ഈ ഗാനങ്ങൾ ഓരോരുത്തരും നമുക്കായി എഴുതി ഈണം നൽകി ചിട്ടപ്പെടുത്തിയ ശ്രീ സണ്ണി പൗലോസ് സാറിന് പ്രാർത്ഥനയോടെ നന്ദി അർപ്പിക്കുന്നു. ധ്യാനം നമുക്ക് തുടരാം. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ക്രിസ്തു കൂടെ ഉണ്ടാകട്ടെ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ വാക്കുകൾ: ക്രോസ് ഈസ് എ പ്രോബ്ലം, ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. കുരിശുകൾ മനുഷ്യജീവിതത്തിൽ പ്രശ്നതരമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴി തുടരുമ്പോൾ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. വിശുദ്ധ അസീസിയിലെ ഫ്രാൻസിസ് നമുക്ക് മാധ്യസ്ഥം നൽകി, മാതൃക നൽകി പ്രചോദിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ.